ഞങ്ങളുടെയൊക്കെ ഈ പ്രസ്ഥാനം തുടങ്ങുന്നതിനും അഹോരാത്രം കഷ്ടപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ പൂർവികരിൽ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളുമായ VC ആൻ്റണി സാറിൻ്റെ പേരിൽ ഉള്ള ഒരു തീരദേശ ജാഗ്രത പുരസ്കാരം ഇന്ന് ഈ വേദിയിൽ വെച്ച് നൽകുകയുണ്ടായി. VC ആൻ്റണി സെൻറ്റർ എന്ന നാമധേയത്തിൽ ഉള്ളതാണ് ആ സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ പുരസ്കാരത്തിന് അർഹനായത് ബഹുമാന്യനായ KLCയുടെ സംസ്ഥാന പ്രസിഡന്റ് ഞങ്ങളുടെ പ്രിയങ്കനായിട്ടുള്ള അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് അവറുകളാണ്. ആ പുരസ്കാരം നൽകുന്നതിന് അവർ കണ്ടെത്തിയ മാനദണ്ഡം അദ്ദേഹം തീരദേശ ജനതയ്ക്ക് വേണ്ടിയും അതിനേക്കാൾ ഉപരി CRZ മേഖലയിൽ നടത്തിയിട്ടുള്ള നിയമ പോരാട്ടങ്ങൾക്കും വേണ്ടിയാണ്. VC ആൻ്റണി സാറിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹം എപ്പോഴും ആലപ്പുഴ രൂപതയിൽ വട്ടയാലെത്തുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. VC ആൻ്റണി സാറിൻ്റെ മക്കളാണ് യഥാർത്ഥത്തിൽ ഉള്ള സമുദായ സ്നേഹികളെന്ന്. കാര്യം ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള പല സംസ്ഥാന പ്രസിഡന്റുമാരും ഉണ്ടെങ്കിലും അവരുടെ മക്കൾ ആരും ഇന്ന് സമുദായ പ്രവർത്തനത്തിൽ ഇല്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ VC ആൻ്റണി സാറിൻ്റെ മക്കളായിട്ടുള്ള മിനി ആൻ്റണി IAS, ജോസ് ആൻ്റണി സാറ്, ഡെന്നി ആൻ്റണി, ഇവരെല്ലാം സമുദായത്തിൽ ആലപ്പുഴ രൂപതയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. തിരുപാല സഖ്യത്തിൻ്റെ ഡയറക്ടർ കൂടി ആണ് ബഹുമാന്യനായ ജോസ് ആൻ്റണി സാറ്. അങ്ങനെ മക്കൾ മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ രൂപത കത്തോലിക്ക മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ ഭാരവാഹി, ആലപ്പുഴ രൂപത ഭാരവാഹിയാണ് ഡെന്നി ആൻ്റണി സാറ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് വേണ്ടിയും ഈ പുരസ്കാരം എനിക്ക് ലഭിക്കുവാനുള്ള കാര്യം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഹൈക്കോടതിയിൽ പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്തപ്പോൾ അത് KLCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എൻ്റെ പേരിലാണ് ആ പുരസ്കാരം, ആ അഫിഡവിറ്റ് അല്ലെങ്കിൽ ആ പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ് എന്നെയും കൂടി ഈ പുരസ്കാരത്തിൽ പങ്കാളിയാക്കിയത്. KLCയുടെ ഈ ഭരണസമിതി എപ്പോഴും ഒറ്റക്കെട്ടായി നിന്നിട്ടുള്ള ഒരു ഭരണസമിതിയാണ്. വിട്ടുവീഴ്ചകളോടുകൂടി മാത്രമേ ഞങ്ങൾ മുന്നേറിയിട്ടുള്ളൂ. ഈ വേദിയിൽ നിറഞ്ഞ സദസ്സിൽ പറയേണ്ട ഒരു കാര്യമായിരുന്നു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് ബഹുമാന്യനായ പ്രസിഡന്റ് ഒരു കാലാവധി തീരുമാനിച്ചിട്ടുണ്ട്. ആ കാലാവധിക്കുള്ളിൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഈ വരുന്ന മെയ് മാസം JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ പ്രസിഡന്റ് പറഞ്ഞതിൻ്റെ വരികൾക്കിടയിൽ കൂടി ഞാൻ പറയുകയാണ്, അദ്ദേഹം വിഭാവനം ചെയ്യുന്ന ഏത് രീതിയിലുള്ള സമരമാണെങ്കിലും അത് നടപ്പിലാക്കുവാനുള്ള സംഘടനാ സംവിധാനം KLCയ്ക്കുണ്ട്, അത് നടപ്പിലാക്കിയിരിക്കും എന്നുകൂടി ഉറപ്പിച്ചു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പ് സമരവുമായി വരും എന്നുള്ളത് കൂടാതെ തന്നെ ആ സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിക്കുവാനുള്ള അംഗസഖ്യവും സംഖ്യബലവും ഇന്ന് KLCയ്ക്കുണ്ട്. ആ സംഘബലം ഉപയോഗിച്ചുകൊണ്ട് ഇതര ക്രൈസ്തവ സമുദായങ്ങളുമായി ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള സമരപരിപാടികൾ ഞങ്ങൾ ആഹ്വാനം ചെയ്യും. അതിന് ആർക്കും ഞങ്ങളെ പിന്നോട്ട് തിരിക്കുവാൻ കഴിയില്ല. ഒരു സംഘശക്തിക്കും ഞങ്ങളെ പിന്തിരിപ്പിക്കുവാൻ കഴിയില്ല. മുനമ്പൻ ജനതയുടെ വിഷയവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സഹോദര പ്രസ്ഥാനമാണ്. മുനമ്പൻ ജനതയെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുകയും അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തില്ലെങ്കിൽ KLC അവിടെ പ്രതിരോധ കോട്ട കിട്ടും. ആ പ്രതിരോധ കോട്ട തകർത്തുകൊണ്ട് മാത്രമേ അവിടുത്തെ ജനങ്ങളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുവാൻ പറ്റൂ. മുനമ്പൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആദ്യത്തെ സംഘടന KLCയാണ്. ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസിന്റെ നേതൃത്വത്തിൽ അവിടെ സമരഭടന്മാർ എത്തുകയും ഞങ്ങൾ ഹൈക്കോടതിയുടെ മുമ്പിൽ ശ്രദ്ധ ക്ഷണിക്കൽ സമരം KRCCയുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. ആ സമരങ്ങളുടെ പിൻബലത്തിലാണ് ഞാൻ പറയുന്നത്, അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുവാൻ ഏതെങ്കിലും അധികാരികൾ വന്നാൽ ഞങ്ങൾ ആ പ്രതിരോധ കോട്ട തകർത്തുകൊണ്ട് മാത്രമേ, ഞങ്ങളുടെ അവസാനത്തെ KLCക്കാരനെയും തകർത്തുകൊണ്ട് മാത്രമേ അവരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുവാൻ പറ്റൂ. അത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറയുമ്പോൾ അദ്ദേഹത്തിന് ധൈര്യമായി പറയുവാനുള്ള ആർജവം കൊടുക്കുന്നത് ഇന്ന് KLCയുടെ പ്രസ്ഥാനത്തിന്റെ ശക്തി കൊണ്ടാണ്. വിഴിഞ്ഞം സമരത്തിൽ പങ്കെടുക്കാത്ത ആൾക്കാരെയും ഗൂഢാലോചന കുറ്റം ചുമത്തിക്കൊണ്ട് നമ്മൾ അവിടെ കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ
ആ സ്ഥാനത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അഭിമാനമാണ് ലത്തീൻ കത്തോലിക്ക ഈ ലത്തീൻ അതിരൂപതയെ കുറിച്ചുള്ളത്. നമുക്ക് ജയിക്കുവാൻ പറ്റിയില്ലെങ്കിലും നമ്മളെയൊക്കെ ഉപദ്രവിക്കുന്നവരെ കളത്തിന് പുറത്തു നിർത്തുവാനുള്ള ശക്തി ഇന്ന് ലത്തീൻ സമുദായത്തിന് ഒരു ആർജവത്തോടു കൂടി നൽകുവാൻ കഴിഞ്ഞത് ഈ ലത്തീൻ അതിരൂപതയിലാണ്. ഇനിയും ഇങ്ങനെയുള്ള സമര പരിപാടികളുമായി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ പുറകിൽ നിന്ന് ഉപദ്രവിക്കുന്നവരെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ആ സമരത്തിന് നമ്മൾ വേണ്ട വിധത്തിലുള്ള പിന്തുണ നൽകിക്കൊണ്ട് ലത്തീൻ അതിരൂപതയുടെ കൂടെ ഇനിയും ശക്തമായി KLCA പ്രസ്ഥാനം ഉണ്ടാകും എന്ന് പറയുകയാണ്. മുഖം കാണിക്കുവാൻ ആഗ്രഹിച്ച് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ പടിനിരങ്ങുന്ന ദൃശ്യം നമ്മളെ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടു. ഇനിയും ഇതുപോലുള്ള തെരഞ്ഞെടുപ്പുകൾ വരും. ആ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ എല്ലാം KLCA പ്രസ്ഥാനം ശക്തമായി നിൽക്കും. വിഴിഞ്ഞം നമ്മുടെ തൊട്ടരികിലുണ്ട്. KLCAയുടെ അമരക്കാരായിട്ടുള്ള വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ അവിടുത്തെ ഒരു മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിലേക്ക് മത്സരിച്ചത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ മത്സ്യത്തൊഴിലാളികൾ അവിടെ അവരുദ്ദേശിച്ച ഫലം ജയം കിട്ടിയില്ലെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന അവർക്കെതിരെ പ്രവർത്തിച്ചവരെ പടിക്ക് പുറത്തു നിർത്തുവാനുള്ള വോട്ട് ശേഖരിച്ചുകൊണ്ട് ആണ് നിന്നത്.